Hi dears, welcome to Study Chips. Class 7 Maths Chapter 12 ബീജഗണിതം പേജ് നമ്പർ 180. ആൾറെഡി ഞാൻ ഈ ചാപ്റ്ററിലെ ആൾജിബ്ര എന്നുള്ളത് ഇംഗ്ലീഷ് പ്ലസ് മലയാളം കമ്പൈൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് പേര് മലയാളം മീഡിയം മാത്രമായിട്ട് വേണമെന്നുള്ള കമൻറ്റ് റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു രണ്ടക്ക സംഖ്യയും അത് തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിൽ കൂട്ടുക. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകൾ എല്ലാം 11ൻ്റെ ഗുണിതമാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പോൾ ആദ്യം ഒരു രണ്ടക്ക സംഖ്യ എടുക്കുക, അത് തിരിച്ചെഴുതിയ സംഖ്യ എടുക്കുക, അത് കൂട്ടി കിട്ടുന്ന തുക അല്ലേ, അതെങ്ങനെയാണ് 11ൻ്റെ ഗുണിതമാണെന്ന് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചിട്ടാണ് വിശദീകരിക്കേണ്ടത്. 23യും 79ഉം രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലേ, രണ്ട് രണ്ടക്ക സംഖ്യകൾ എടുക്കുക, അതിൻ്റെ റിവേഴ്സ് ഡിജിറ്റ്സ് അല്ലേ, അത് തിരിച്ചെഴുതിയ നമ്പേഴ്സ് തമ്മിലാണ് കൂട്ടി കിട്ടേണ്ടത്. അപ്പോൾ റിവേഴ്സ് ഡിജിറ്റ്സ് എത്രയാണ്? 23ൻ്റെ റിവേഴ്സ് 32, 97 അല്ലേ, അതിൻ്റെ റിവേഴ്സ് ഡിജിറ്റ്. തിരിച്ചെഴുതിയ നമ്പേഴ്സ് 32, 97 അല്ലേ. ഇത് രണ്ടും കൂട്ടി കിട്ടുന്ന സംഖ്യ 11ൻ്റെ ഗുണിതമാണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അല്ലേ, 11ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യാം. 23 + 32, 23 + 32 എത്രയാണ്? 2ഉം 3ഉം 5 അല്ലേ, 55. 55നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 11 എന്ന് എഴുതിക്കൂടെ അല്ലേ. 11 × 5 അല്ലേ 55 അല്ലേ, 5 അല്ലേ, 55ന് 5 × 11 അല്ലേ, 11ൻ്റെ ഗുണിതമാണ് അല്ലേ, 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ എത്രയാണ് 11 × എത്രയാണ് 55? 11 × 5 ആണ് 55 അല്ലേ, 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. നെക്സ്റ്റ് ഈ നമ്പർ രണ്ടും ആഡ് ചെയ്യുമ്പോൾ അല്ലേ, ഒരു നമ്പറും അതിൻ്റെ റിവേഴ്സ് നമ്പറും 97 അതിൻ്റെ റിവേഴ്സ് അത് തിരിച്ചെഴുതിയ നമ്പറും കൂട്ടുമ്പോൾ എത്ര കിട്ടി? 176 എന്ന് കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ 176 എന്ന് കിട്ടി. ഈ 176 എത്രയാണ്? എത്ര × 11 ആണ് അല്ലേ, 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേ, അതായത് 16 × 11 ആണ് അല്ലേ, 16 × 11 ആണ് 176. അപ്പോൾ ഇതും 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 11ൻ്റെ ഗുണിതമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ 176നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അല്ലേ, ഹരിച്ച് നോക്കുക. അപ്പോൾ ഹരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടും? കോഷ്യൻ്റ് കിട്ടും അല്ലേ. അപ്പോൾ 16 എന്ന് കിട്ടും ഹരിക്കുമ്പോൾ. അപ്പോൾ 16 × 11 എന്ന് നമുക്ക് ഈ 126നെ എഴുതാം. അപ്പോൾ തിരിച്ചെഴുതിയത് കൂട്ടി കിട്ടിയത് തുക എന്താണ്? 11ൻ്റെ ഗുണിതമാണെന്ന് നമ്മൾ തെളിയിച്ചു. നമ്പേഴ്സ് വെച്ചിട്ടില്ല, അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തെളിയിച്ചത്. ഇത് നമ്മുടെ ബീജഗണിതം ആൾജിബ്ര യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ബീജഗണിതത്തിലാകുമ്പോൾ നമ്പേഴ്സിൽ ഈ അക്കങ്ങളൊക്കെ നമ്മളൊരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുക അല്ലേ, M, N അല്ലെങ്കിൽ X, Y എന്നൊക്കെയുള്ള വേരിയബിൾസ് ഏതെങ്കിലും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ട് അത് പ്രൂവ് ചെയ്യുക അല്ലേ, തെളിയിക്കുക. അപ്പോൾ സമ്മ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തുക അല്ലേ. ഇംഗ്ലീഷിൽ ഞാൻ സമ്മ് എന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതിൻ്റെ തുക അല്ലേ, ആഡ് ചെയ്യുന്ന നമ്പേഴ്സിലെ കൂട്ടി കിട്ടുന്ന ആ തുകക്കാണ് സമ്മ് എന്ന് പറയുന്നത്. കൂട്ടുന്നതിനെയാണ്. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഒക്കെ എന്താണ് രണ്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഫുള്ള് ഇംഗ്ലീഷ് മീഡിയമാണ്. 23 23നെ എമ്മും ഇതിനെ എന്നും ആക്കിയെടുത്താൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സം എന്ന് പറയുന്നത് എന്താണ്? M + N ആണ്. ബട്ട് റിവേഴ്സ് ഡിജിറ്റിൻ്റെ സം എന്തായിരിക്കും അല്ലേ? N + M. ഇതിൻ്റെ നേരെ വിപരീതം അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ എമ്മും സെക്കൻഡ് നമ്പർ എന്നും അല്ലേ, വേരിയബിൾസിൻ്റെ ടേംസിൽ ഏതാണ് വേണ്ടത് അല്ലേ. നമ്മൾ ആൾജിബ്രിക് ഫോം ബീജഗണിത രൂപത്തിലേക്കാകാൻ അല്ലേ ഓരോന്നിനും വേരിയബിൾസിൻ്റെ ടേംസിലാക്കി. ഈ നമ്പേഴ്സിനെ ഫസ്റ്റ് നമ്പർ നമ്മൾ എമ്മും സെക്കൻഡ് നമ്പറിന് എന്നും എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് M + N ആണെങ്കിൽ അല്ലേ, ഇത് തിരിച്ചെഴുതിയ നമ്പർ അല്ലേ, അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ളത് N + M അല്ലേ, അതിൻ്റെ നേരെ തിരിച്ചെഴുതുക അല്ലേ, റിവേഴ്സ് ആയിട്ടുള്ളത് M + Nൻ്റെത് N + M എന്ന് നമുക്ക് എഴുതാം. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ ഈ 23 എന്നുള്ളതിന് നമുക്ക് 10ൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം അല്ലെ, 23നെ 10ൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെ എഴുതാം അല്ലെ, 10ൻ്റെ ടേംസിൽ 10 × 2 അല്ലേ 20 പ്ലസ് 23ലേക്ക് എത്താൻ ഒരു 3 കൂടി അല്ലേ, പ്ലസ് 23. 10 × 2 20, 23. ഇനി 34 ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും അല്ലേ, 10 × 3 30 പ്ലസ് 4 കൂടി അല്ലേ, 34 അല്ലേ. അപ്പോൾ 30 എന്നുള്ളതിനെ 10ൻ്റെ ടേംസിലല്ലേ 10 × 3 എന്ന് എഴുതി 13 + 4 അല്ലേ. ഇതിൻ്റെ പൊതുവായിട്ടുള്ള ബീജഗണിത രൂപം അല്ലെ, ആൾജിബ്രിക് ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 10 × 2 10 × 3 അല്ലേ. ഈ നമ്പേഴ്സിനെ 1 2 3 എന്നുള്ള നമ്പേഴ്സിനെ നമുക്ക് M ആക്കിയെടുക്കാം അല്ലേ, വേറൊരു വേരിയബിൾസ്, അതായത് 10M + N അല്ലേ. നെക്സ്റ്റ് ഈ 1 2 3 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ N ആക്കി ഓൾറെഡി എടുത്തതാണല്ലേ, N എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ്. നെക്സ്റ്റ് ഈ 20നെയാണ് നമ്മൾ 10 × 2 അല്ലേ, അപ്പോൾ 10ൻ്റെ വേരിയബിൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. 10 × 3 10 × 4 അല്ലേ. അപ്പോൾ 10 × M എന്നുള്ളത് ഈ 1 2 3 എന്നുള്ള ഈ നമ്പേഴ്സ് അല്ലേ, ഈ നമ്പേഴ്സിനെ നമ്മൾ M ആക്കി എടുത്തു. നെക്സ്റ്റ് 1 2 3 0 1 2 3 എന്നുള്ള നമ്മുടെ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ N ആക്കി എടുത്തു അല്ലേ. അപ്പോൾ ഒരു സംഖ്യയും വേറൊരു സംഖ്യയും അല്ലേ, ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 10 അല്ലേ, ഇതിന് നമുക്ക് എന്ത് പറയാം? 10M + N. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയുടെ പൊതുവായിട്ടുള്ള ബീജഗണിത രൂപം നമുക്ക് 10M + N എന്ന് എഴുതാം. തിരിച്ചെഴുതിയ സംഖ്യയാണ് വേണ്ടതില്ലേ, ഈ സമ്മിൻ്റെ തിരിച്ചെഴുതിയത്. അപ്പോൾ ഈ ജനറൽ ആൾജിബ്രിക് ഫോം തിരിച്ചെഴുതിയത് ഇതിൻ്റെ റിവേഴ്സ് നമ്പർ എന്തായിരിക്കും? N + N അല്ലേ. N അവിടെ തന്നെ വെക്കുക. നമ്മൾ ഈ ഡിജിറ്റ്സിലെ M + Nനെയാണ് നമ്മൾ N + N എന്ന് തിരിച്ചെഴുതുക, റിവേഴ്സ് ആക്കി എഴുതുക. അതായത് 10N + M അല്ലേ, ഈ 10 ഇതിൻ്റെ അടുത്ത് പോകും, നേരെ തിരിച്ചെഴുതുക അല്ലേ, N + M അല്ലേ. 10N + N ഇവിടെ 10M ഇവിടെയാണുള്ളത്, എമ്മിൻ്റെ അടുത്താണ് 10 ഉള്ളത്. അത് തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? ഈ 10 Nൻ്റെ അടുത്ത് വരും.
അത് റിവേഴ്സ് ആക്കി എഴുതുക, ഓപ്പോസിറ്റ് ആക്കിയിട്ടാണ് ഇടേണ്ടത് അല്ലേ. അപ്പോൾ 10n+m ആണ് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള തിരിച്ച് എഴുതുമ്പോൾ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഇത് രണ്ടുമാണ് നമ്മുടെ ജനറൽ ആൾജിബ്രിക് ഫോം അല്ലേ. 10m+n 10n+m അല്ലേ. ഇത് തിരിച്ച് രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത ജനറൽ ആൾജിബ്രിക് ഫോം, അതിൻ്റെ റിവേഴ്സ് ആയിട്ടില്ലേ അത് തിരിച്ച് എഴുതിയത് ഇതും. ഇത് രണ്ടും കൂട്ടി കിട്ടല്ലേ. ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് 23 30. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലേ, 11ൻ്റെ ഗുണിതമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഇതുമായിട്ടുള്ള ബീജഗണിത രൂപങ്ങളിലെ ഒരു സംഖ്യ രണ്ടക്ക സംഖ്യയുടെ 10m+n അല്ലെ, അത് തിരിച്ചെഴുതിയ സംഖ്യയുടെ ബീജഗണിത രൂപം 10n+m അല്ലേ, അത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന തുക അല്ലേ, അത് കൂട്ടി കിട്ടുന്നത് 11ൻ്റെ ഗുണിതമാണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ കൂട്ടുക. രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളിലെ എമ്മും എന്നും രണ്ട് അക്കങ്ങളിലെ, അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 10m+n ആണ് അതിൻ്റെ പൊതുവായിട്ടുള്ള ബീജഗണിത രൂപം. അത് തിരിച്ചെഴുതിയ സംഖ്യയുടെ പൊതുവായിട്ടുള്ള ബീജഗണിതം 10n+m അല്ലേ, അത് തിരിച്ചെഴുതിയത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇതിൻ്റെ തുക അല്ലേ, സമ്മ് എന്ന് പറയുന്നത് എന്താണ് 10m+n, അതിൻ്റെ റിവേഴ്സ് എന്താണ് 10n+m അല്ലേ. ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കിയതല്ലേ, അതായത് 10m+n+10n+m, ജസ്റ്റ് ആ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കി അല്ലേ, ബാക്കി ആ നമ്പേഴ്സ് തന്നെ എഴുതി. അതായത് 10m+m അല്ലേ, എമ്മിൻ്റെ വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിൻ്റെ വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എമ്മും അല്ലേ, ഇത് വേറൊരു സംഖ്യയാണ്, ഇത് വേറൊരു സംഖ്യയാണ് അല്ലേ. ഇത് എം അറിയുന്നത് വേറൊരു ഡിജിറ്റും എൻ അറിയുന്നത് വേറൊരു ഡിജിറ്റുമാണ്. അപ്പോൾ നമ്മുടെ ഈ എമ്മിൻ്റെ വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. 10m+m അല്ലേ, ഒരു എം കൂടി കൂട്ടിയാൽ 11 അല്ലേ, 10+1 11m അല്ലേ, 11m പ്ലസ് 10n+n അല്ലേ, 10 3 11 അല്ലേ, 11n അല്ലേ, 10 3 11n ഉണ്ട്, 11m ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ 11 കോമൺ അല്ലേ, അതിനെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തൂടെ, വെളിയിലേക്ക് എടുത്തൂടെ അല്ലേ. അപ്പോൾ 11നെ പുറത്ത് വെച്ചാൽ ബാക്കി m+n അല്ലേ. ഇവിടുന്നും 11നെ പുറത്തെടുത്തു, ഇവിടുന്നും 11, രണ്ടിലും കോമൺ ആണല്ലേ, ഇവിടെയുണ്ട് 11 ഇവിടെയുണ്ട് 11. അപ്പോൾ അതിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു 11. ഇവിടെ ബാക്കി എന്തുണ്ടാവും, എം ഉണ്ടാവും, ഇവിടെ പ്ലസ് ഇവിടെ എന്നും ഉണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി. അതായത് ഈ 11 ഇതിന് രണ്ടിനും കോമൺ ആണ്, 11m+11n എന്ന് തന്നെയാണ് ഇതും. ജസ്റ്റ് ഇങ്ങനെ എഴുതി, അതായത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള നമ്പർ എന്നാണ് നമ്മൾ തെളിയിച്ചതില്ലേ. 11ൻ്റെ ഗുണിതമാണ് നമ്മൾ തെളിയിച്ചു. ഏത് നമ്പർ ആയിക്കോട്ടെ അതിനെ നമ്മൾ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 11ൻ്റെ മൾട്ടിപ്പിളായി. നമ്മൾ ഇത്രയും അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണല്ലേ. ഏതൊരു സംഖ്യയിലെ 3ൻ്റെ മൾട്ടിപ്പിളാണ് 3 ഇൻറ്റു ഇവിടെയുള്ള നമ്പറിലെ ഏത് നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്താലും അത് 3ൻ്റെ ഗുണിതമായില്ലേ. നമ്മൾ നേരത്തെ ഡിജിറ്റ്സിൻ്റെ കേസിൽ ചെയ്താണ് 11 ഇൻറ്റു അല്ലേ ഒരു നമ്പർ അല്ലേ. 11 ഇൻറ്റു ഒരു നമ്പർ പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 11ൻ്റെ മൾട്ടിപ്പിളിനെ കിട്ടാൻ 3ൻ്റെ മൾട്ടിപ്പിളിനെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യൽ, 3ൻ്റെ ഗുണിതം 3 കൊണ്ട് ഇൻറ്റു ചെയ്യലല്ലോ. ഒരു 3 3 2 3 6 3 9 അല്ലെ, 3നെ കൊണ്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ 11 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 11 ഇൻറ്റു 1 11 ഇൻറ്റു 2 11 ഇൻറ്റു 3 അല്ലേ. ഏത് നമ്പർ ആയിക്കോട്ടെ 11 ഇൻറ്റു എന്ന് പറയുമ്പോൾ 11ൻ്റെ മൾട്ടിപ്ലൈ 11ൻ്റെ ഗുണിതമായി. അപ്പോൾ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ തെളിയിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. രണ്ടാമത്തെ ചോദ്യം, ഏതു രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത് 9ൻ്റെ ഗുണിതമാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ അതിലുള്ള അക്കങ്ങളിലെ 23 ആണെങ്കിൽ ആ 2+3 അക്കങ്ങളുടെ തുകയും തമ്മിൽ കുറക്കുക അല്ലേ, നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 9ൻ്റെ ഗുണിതമാണെന്ന് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചാണില്ലേ. വേരിയബിൾസ് അതായത് XYZ ABCD അങ്ങനത്തെ വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ തെളിയിക്കണം. രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുക അത് കുറച്ച് കിട്ടുന്നത് 9ൻ്റെ ഗുണിതമാണെന്നാണ് തെളിയിക്കേണ്ടത്. രണ്ട് 2 ഡിജിറ്റ് നമ്പർ 24ഉം 59ഉം അല്ലേ. ഇതിൻ്റെ റിവേഴ്സ് നമ്പർ അല്ല, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്താണ് ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങൾ തമ്മിലുള്ള അക്കങ്ങളുടെ തുക അല്ലേ. ഈ ഡിജിറ്റ്സിൻ്റെ തുകയാണ്, അതായത് 2+4. ഇതിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, ഇത് 2 ഡിജിറ്റ്സ് ആണ്. ഏതൊക്കെ ഡിജിറ്റ്സ് ഉള്ളത് 5ഉം 9ഉം ആണ് 2 ഡിജിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ തുകയാണ് സം ഓഫ് ഡിജിറ്റ്സ് അല്ലേ. 5+9 2+4 എത്രയാണ് 6, 5+9 14 അല്ലേ. ഈ 2 ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ്, ഈ 2 ഡിജിറ്റ് നമ്പറും ഈ സം ഓഫ് ഡിജിറ്റും തമ്മിൽ മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഡിഫറൻസ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ 24, അതിൽ നിന്ന് 6 മൈനസ് ചെയ്താൽ സബ്സ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും. രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിൻ്റെ അക്കങ്ങളുടെ തുക നമ്മൾ കുറയ്ക്കണം, അതിൻ്റെ വ്യത്യാസമാണ് കാണേണ്ടത്. 24 - 6 59 - 14. 24 - 6 എത്രയാണ്, 24ന് 6 പോയാൽ 18. 18ന് നമുക്ക് എങ്ങനെ എഴുതാം, 2 × 9 അല്ലേ 18 അല്ലേ. 1 9s are 9, 2 9s are 18 അല്ലേ. 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് തെളിയിക്കേണ്ടത്. എത്ര 9 ആണ് 18 അല്ലേ, 2 9 ആണ് 18. നെക്സ്റ്റ് 59ന്ന് 14 പോയാൽ എത്രയാണ്, മൈനസ് ചെയ്ത് നോക്കുക, 45 കിട്ടും. 45 എന്ന് പറഞ്ഞാൽ എത്ര 9s ആണ്, 5 9s അല്ലേ. 5ൻ്റെ ഗുണിതത്തിലല്ലേ 45 ഉള്ളത്. 5 5 25 6 5 30 7 35 8 5 40 9 5 45 അല്ലേ. അപ്പോൾ 5 × 9 അല്ലേ, 5 9s are 45. അപ്പോൾ ഇത് രണ്ടും 9ൻ്റെ ഗുണിതങ്ങളാണല്ലേ, 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഇങ്ങനെ തെളിയിക്കാനല്ല പറഞ്ഞത്, നമ്മുടെ ബീജഗണിത രൂപം ആൾജിബ്രിക് ഫോമിൽ തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം എന്താണ്, ബീജഗണിത രൂപം എന്താണ്
അല്ലേ 10m+n അല്ലേ 2 ഡിജിറ്റ്സിൻ്റെ സമ്മ് അല്ലേ എങ്ങനെയാണ് നമ്മളത് എടുത്തത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ പറയാം അല്ലേ 24 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ 10ൻ്റെ വേരിയബിൾസ് ആയിട്ട് 10 × 2 = 20 20 + 4 ആണ് 24 അല്ലേ അതായത് നമുക്കിതിനെ എങ്ങനെ എഴുതാം 10m+n അല്ലേ ഈ എന്നിനെ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ n ആക്കി എടുത്ത് നെക്സ്റ്റ് ഈ നമ്പേഴ്സിനെ 1 2 3 എന്നുള്ള നെക്സ്റ്റ് വേറെ നമ്പറിനെ m ആക്കി എടുത്തു അല്ലേ അപ്പോൾ 10 എന്ന് ആക്കിയിട്ടാണ് നമ്മൾ എല്ലാത്തിനും എഴുതുന്നത് 30നെ 30 × 10 അല്ലേ അപ്പോൾ ആ 10 അങ്ങനെ എടുക്കുക ഈ നമ്പേഴ്സ് 1 2 3 എന്നുള്ള നമ്പേഴ്സിനെ നമ്മൾ ഒന്നിനെ m ആക്കി എടുത്തു നെക്സ്റ്റ് നമ്പറിന് നമ്മൾ n ആക്കി എടുത്തു അല്ലേ അപ്പോൾ 10m+n എന്നാണ് ജനറൽ ആൾജിബ്രിക് ഫോം അല്ലേ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെത് അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് 10m+n 2 ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം ഈ 24നെയാണ് നമ്മൾ 10 × 20 + 4 എന്ന് എഴുതിയത് അല്ലേ ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മിനെ നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല അത് 6 ഒക്കെ ഉള്ളൂ അല്ലേ അപ്പോൾ 10 × എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാൻ കഴിയില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഡിജിറ്റ്സ് ആണ് അതായത് ഫസ്റ്റ് നമ്പർ എമ്മും രണ്ടാമത്തെ നമ്പർ എന്നും ആണെങ്കിൽ m+n ആണ് ഇത് അല്ലേ സം ഓഫ് ഡിജിറ്റ്സ് അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സിനെ നമുക്ക് m+n എന്നാക്കി എഴുതാം അല്ലേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത ഡിഫറൻസ് ആണ് മൾട്ടിപ്പിൾ ഓഫ് 9 ആക്കി എടുക്കേണ്ടത് അപ്പോൾ മൈനസ് എന്താണ് m+n അല്ലേ m+n ആണ് ഇത് അല്ലേ ഡിജിറ്റ്സ് ഇത് എമ്മും ഇത് എന്നും ആണെങ്കിൽ m+n ഇതിലുള്ള ഡിജിറ്റ്സ് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് ജനറൽ ആൾജിബ്രിക് ഫോം ഏതാണ് m+n ആണ് അപ്പോൾ m+n ഇതിൽ നിന്ന് മൈനസ് ചെയ്യല്ലേ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 24 - 6 അല്ലേ അപ്പോൾ 10m+n മൈനസ് എന്താണ് -m+n അല്ലേ ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇനി 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അതിൻ്റെ സ്റ്റെപ്സ് ആക്കിയിട്ട് ഒന്ന് എഴുതി കാണിക്കാം അപ്പോൾ സ്റ്റെപ്സ് എഴുതുമ്പോൾ ഈ പറഞ്ഞത് മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ ബീജഗണിത രൂപത്തിലാണ് തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്ക് എമ്മും എന്നും ആണ് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളിലെ രണ്ടക്ക സംഖ്യ രണ്ടക്കങ്ങൾ എമ്മും എന്നും ആക്കി എടുത്താൽ അതിൽ എമ്മും എന്നും എന്താണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൽ എണ്ണൽ സംഖ്യകൾ 0 1 2 3 എന്നുള്ള നമ്പേഴ്സ് അതിൽ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നതിൻ്റെ ബീജഗണിത രൂപം പൊതുവായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് 10m+n ആണ് അതിലെ അക്കങ്ങളുടെ തുകയാണ് m+n അക്കങ്ങൾ അതിലുള്ളത് ഡിജിറ്റ്സിലെ അതിലുള്ളത് എമ്മും എന്നും ആണ് ഡിജിറ്റ്സ് അക്കങ്ങളുടെ തുക m+n അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക അല്ലേ കുറച്ച് കിട്ടുന്നത് 9ൻ്റെ ഗുണിതമാണെന്നാണ് തെളിയിക്കേണ്ടത് ഇത് 10m+n -m+n അല്ലേ 10m+n ആണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം ബീജഗണിത രൂപം നെക്സ്റ്റ് രണ്ട് അക്കങ്ങളുടെ തുക അല്ലേ അതിലുള്ള നമ്പേഴ്സ് എം എന്നും ആണ് ഇതിലുള്ള നമ്പേഴ്സ് അതിൻ്റെ തുക എന്ന് പറയുന്നത് m+n ഇനി ഇതിന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യണം അപ്പോൾ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ഇവിടെയൊക്കെ നേരത്തെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് അതുപോലെ ഇവിടെ -m+n ആണ് അപ്പോൾ -m-ഉം -n-ഉം വരും ഓക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഒഴിവാക്കുക അല്ലേ -m -m -n അല്ലേ +n എന്താണ് -n ആവും -n എന്ന് വരും അപ്പോൾ ഡിഫറൻസ് എന്താണ് 10m എന്ന് 1m മൈനസ് ചെയ്താൽ അല്ലേ എമ്മിൻ്റെ വേരിയബിൾസ് തമ്മിലാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് മൈനസ് ചെയ്യേണ്ടത് അപ്പോൾ 10m എന്ന് 1m പോയാൽ 9m +n -n അല്ലേ +n-ഉം -n-ഉം ക്യാൻസൽ അല്ലേ നമുക്ക് ക്യാൻസൽ ചെയ്യാം അതായത് +1 -1 എന്താണ് 0 ആവും അല്ലേ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം 0 ആണ് അപ്പോൾ +n -n അല്ലേ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അല്ലേ പ്ലസും മൈനസും അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം +n -n ക്യാൻസലായി അപ്പോൾ 9m എന്ന് കിട്ടി 9m എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ 9ൻ്റെ ഗുണിതമാണെന്ന് കിട്ടിയില്ലേ ഏതൊരു സംഖ്യ അല്ലേ 1 എടുത്താൽ 9 × 1 9 × 2 9 × 3 അതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് അല്ലേ 9ൻ്റെ ഗുണിതം കിട്ടാൻ എന്താണ് നമ്മൾ 1 9 2 9 3 9 4 9 എന്ന് പറഞ്ഞിട്ട് 9ൻ്റെ മൾട്ടിപ്പിൾസിലെ ഗുണന പട്ടിക കിട്ടാൻ നമ്മൾ ചെയ്യൽ അപ്പോൾ ഏതൊരു നമ്പറിനെ 9 കൊണ്ട് ഗുണിച്ചാൽ ഇത് 9ൻ്റെ ഗുണിതമാണ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ മൂന്നക്ക സംഖ്യകളുടെ പൊതുവായ ബീജഗണിത രൂപം ഇതാണ് 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ അല്ലെ 3 അക്കങ്ങളുടെ സംഖ്യ ഇവിടെ 2 ഡിജിറ്റ്സ് ആയിരുന്നു 2 ഡിജിറ്റ്സ് ആയിരുന്നു 2 അക്കങ്ങൾ ഇനി 3 അക്കങ്ങളുടെ ആൾജിബ്രിക് ഫോം എന്താണ് ജനറൽ ആയിട്ടുള്ള ആൾജിബ്രിക് ഫോം അല്ലേ നമ്മൾ 2 അക്കങ്ങളിൽ 10m+n എഴുതി അതുപോലെ 3 ഡിജിറ്റ്സിൻ്റെത് എന്താണ് അതുപോലെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് 658 അല്ലേ 658 എന്ന നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം അതായത് 50 + 8 എന്ന് എഴുതാം ഇവിടെ എന്താണ് 600 ഉണ്ടല്ലേ 658 600 + 50 + 8 എന്ന് എഴുതി കൂടെ അല്ലേ 600 + 50 + 8 അല്ലേ 658 അല്ലേ 600 + 50 + 8 എന്ന് എഴുതാം അല്ലേ ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആദ്യം 50 + 8നെ നമുക്ക് 10ൻ്റെ ടേംസിൽ എഴുതാം അല്ലേ 10 × 5 എന്ന് എഴുതാം അല്ലേ അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം 100 × 6 എന്ന് എഴുതി കൂടെ ഇതിൻ്റെ ഹൺഡ്രഡ്സ് ആണല്ലേ അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ ടേമിലാണ് എഴുതാൻ 600 500 അല്ലേ ഹൺഡ്രഡ്സ് 3 ഡിജിറ്റ്സ് ആകുമ്പോൾ അല്ലേ 3 ഡിജിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 100 അല്ലേ 100 200 300 400 അതൊക്കെ എന്നാൽ 3 ഡിജിറ്റ്സ് ആണല്ലേ അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത് അതായത് 600 എന്ന് പറഞ്ഞാൽ എന്താണ് 600 അല്ലേ 6 നൂറുകൾ ചേർന്നാണ് 600 അപ്പോൾ 100 × 6 ആണ് 600 + 15നെ നമ്മൾ പറഞ്ഞു 10 × 5 എന്ന് എഴുതാം അല്ലേ +8 അല്ലേ ഇങ്ങനെ എഴുതി കൂടെ നേരത്തെ അതേ പറഞ്ഞ മെത്തേഡിൽ ഇനി വേറൊരു നമ്പർ എടുത്ത് നോക്കൂ 236 അല്ലേ 536 എന്നുള്ള നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം 500 + 30 + 6 അല്ലേ 536 പിന്നെ 100ൻ്റെ ടേംസിൽ 100 × 5 അല്ല 100 × 5 അല്ല 500 അല്ലേ 100 × 5 500 30നെ 10 × 3 30 + 6 അല്ലേ
അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം എന്തായിരിക്കും? ഈ നമ്പേഴ്സിനെ നമ്മൾ എം ആക്കി എടുക്കുക, നെക്സ്റ്റ് നമ്പറിനെ നമ്മൾ എൻ ആക്കി എടുത്തു അല്ലേ, നേരത്തെ അതേപോലെ. ഇതെന്താണ് 10n+m അല്ലേ, ഇത് 10m+n ആണ് അല്ലേ, 10x m+n അല്ലേ. അപ്പോൾ 3 വേരിയബിൾസ് ഇല്ലേ, 3 വേരിയബിൾസ് ഉണ്ട്. 3 ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ്സ് ഉണ്ടാവും. നമുക്ക് ഡിജിറ്റ്സിനെ ഏതൊക്കെ നമ്പർ ആക്കി എടുക്കാം? എമ്മും എന്നും പിയും. MNP എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ്സ് അല്ലേ. ഈ 658 3 ഡിജിറ്റ്സിനെ നമ്മളില്ലേ 2 ഡിജിറ്റ്സിനെ എമ്മും എന്നും ആക്കി എടുത്തു. 3 ഡിജിറ്റ്സ് ആണെങ്കിൽ m+n+p അല്ലേ, ഇതിൻ്റെ സമ്മ് അല്ലേ. MNP എന്നുള്ള 3 ഡിജിറ്റ്സ് ആക്കി എടുക്കാം. MNP എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിലെ 0 1 2 3 എന്നുള്ള നമ്പേഴ്സാണ് എമ്മും എന്നും പിയും. അപ്പോൾ 3 അക്കങ്ങളാക്കി നമ്മൾ എടുത്തു അല്ലേ. ഫസ്റ്റത്തേനെ എം ആക്കി എടുക്കുക, പിന്നെ എൻ ആക്കി എടുക്കുക, നെക്സ്റ്റ് നമ്പറിനെ പി ആക്കി എടുക്കുക അല്ലേ. ഇവിടെ 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100m+10n+p. നെക്സ്റ്റ് ഉള്ള നമ്പറിനെ പി ആക്കി എടുത്തു അല്ലേ, MNP അല്ലേ, 3 ഡിജിറ്റ്സ് ആക്കി എടുത്തു. ഇവിടെയുള്ള ഈ നമ്പേഴ്സിലെ 6 5 4 5 അല്ലേ, 1 2 3 4 5 6 എന്നുള്ളതിനെ ഒന്നിനെ എം ആക്കി എടുത്തു. നെക്സ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എൻ ആക്കി എടുത്തു. നെക്സ്റ്റ് നമ്പേഴ്സിലെ ഇവിടെ വരുന്ന പ്ലസ് എന്നുള്ളതിനെ പി ആക്കിയില്ലേ, 3 വേരിയബിൾസ് 3 നമ്പേഴ്സ് ആക്കി എടുത്തു. നേരത്തെ നമുക്ക് എമ്മും എന്നും 2 വേരിയബിൾസിലെ 2 ഡിജിറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 3 ഡിജിറ്റ്സ് ആക്കിയിട്ട് ഓരോന്നിനെ എടുത്തില്ലേ. ഫസ്റ്റത്തെ ടേമിലെ 3 ഡിജിറ്റ്സ് ആണല്ലേ, 536 അല്ലെ 200 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 100 ഇൻറ്റു അല്ലേ 100ൻ്റെ ടേംസ് ആക്കിയിട്ടാണ് എഴുതുക. നെക്സ്റ്റ് നമ്പർ നമ്മൾ 10ൻ്റെ ടേംസിൽ, നെക്സ്റ്റ് ഉള്ളത് ഒരു വേരിയബിൾ അല്ലേ, നെക്സ്റ്റ് ഉള്ളത് പി എന്നും കൊടുത്തു. അപ്പോൾ ഇതാണ് ജനറൽ ആൾജിബ്രിക് ഫോം അല്ലേ. ജനറൽ ആയിട്ടുള്ള ബീജഗണിത രൂപം 100m+10n+p അല്ലേ. നമ്മൾ നേരത്തെ അതേ പറഞ്ഞേ 10m+n എന്നുള്ളതിൻ്റെ വേരിയബിൾസ് ജസ്റ്റ് നമ്പേഴ്സ് ഇത് എന്നും പി ആക്കിയെന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം അല്ലേ. എമ്മും എന്നും പി ഇല്ല, ആ ഓർഡറിൽ തന്നെ കൊടുക്കുന്നില്ല. ഇവിടെ 3 ഡിജിറ്റ്സ് ആകുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എം കൊടുത്തു. നേരത്തെ 2 ഡിജിറ്റ്സ് ആകുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, രണ്ടാമത്തെ ഡിജിറ്റിനെ എൻ കൊടുത്തു. ഇവിടെ ഒരു ഡിജിറ്റ് കൂടി എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് നമ്മളൊരു പി എന്നുള്ള വേറൊരു ഡിജിറ്റിനോട് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? ഇത് എം എൻ പി അല്ലേ, 3 ഡിജിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ അക്കങ്ങളുടെ തുക എന്തായിരിക്കും? m+n+p അല്ലേ. ഈ ഡിജിറ്റ്സ്, ഈ 3 ഡിജിറ്റിനെ നമ്മൾ ജനറലായിട്ട് ആൾജിബ്രിക് ഫോമാണ് ഇത് അല്ലേ, 100m+10n+p അല്ലേ. ഇതിലുള്ള ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ m+n+p എന്ന് വരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് 3 അക്ക സംഖ്യയും തിരിച്ചെഴുതുക അല്ലേ. 3 ഡിജിറ്റ് നമ്പേഴ്സിനെ തിരിച്ചെഴുതുക, റിവേഴ്സ് ആക്കിയിട്ട് എഴുതിയത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ അല്ലേ. വലുതിൽ നിന്ന് ലാർജർ നിന്ന് സ്മോളർ അല്ലേ, ഫ്രം ദി ലാർജർ അല്ലേ. ലാർജർ നിന്ന് സ്മോളർ മൈനസ് ചെയ്യല്ലേ, വലുതിൽ നിന്ന് ചെറുത് കിട്ടുന്ന കുറച്ച് കിട്ടുന്ന സംഖ്യ അല്ലേ. എന്താണ്? 99ൻ്റെ ഗുണിതമാണെന്ന് ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ, 349ഉം 943 എടുത്ത് നെക്സ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാണ് വേണ്ടത് അല്ലേ. ലാർജറിന് ഫ്രം ലാർജർ അല്ലേ, ലാർജറിന് സ്മോളർ കുറയ്ക്കുക അല്ലേ. അപ്പോൾ വലിയ സംഖ്യ ഏതാണ്? 943 അല്ലേ. 943 349 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക അല്ലെ, മൈനസ് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 594 അല്ലേ, 594 എന്ന് കിട്ടും. ഈ 943 349 മൈനസ് ചെയ്ത് നോക്കുക. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇത് 99ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് തെളിയിക്കുന്നത്. 99 ഇൻറ്റു എത്രയായിരിക്കും ഈ സംഖ്യ അല്ലെ. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി അല്ലേ, ഈ 594നെ നമ്മൾ 99 ഡിവൈഡ് ചെയ്ത് നോക്കുക, ഹരിച്ച് നോക്കുക. ലൈക്ക് 6 × 99 എന്ന് എഴുതാം അല്ലേ. 6 × 99 അല്ലേ നോക്കൂ അല്ലേ. നിങ്ങൾ 5 × 99 ആയിട്ട് ചെയ്ത് നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ 6 × 99 അല്ലേ. 9 ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 594 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 99 × 5 ചെയ്ത് നോക്കുക. അപ്പോൾ 99 × 6 ആണോ നോക്കുക അല്ലേ. അപ്പോൾ 594 കിട്ടുന്നത് 99 × 6 ചെയ്യുമ്പോഴാണ്. 99 × 6 എന്ന് എഴുതാം അല്ലേ. നെക്സ്റ്റ് വേറൊരു നമ്പർ 148, ഒരു 3 ഡിജിറ്റ് 3 അക്ക സംഖ്യ അല്ലേ. എൻ്റെ ഡിഫറൻസ് വലുതിൽ നിന്നാണ് ചെറുത് കുറക്കേണ്ടത്. 241 നിന്ന് 148 കുറച്ചാൽ എത്ര കിട്ടും? 693 എന്ന് കിട്ടും അല്ലേ. 693 എന്ന് കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക അല്ലേ, വലുതെന്ന് ചെറുത് കുറച്ച് നോക്കുക. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര 99 ആണ് അല്ലേ. ഇത് തന്നെ 99 × 6 ആണ്. അപ്പോൾ 99 × 7 എടുത്ത് നോക്കുക. 7 ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 693 എന്ന് കിട്ടും. ഓക്കെ, 99 × 7 ആണ് 693 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? 99ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആൾജിബ്രിക് ഫോമിലാണ് തെളിയിക്കേണ്ടത്, ബീജഗണിത രൂപത്തിലാണ്. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഒരു 3 അക്ക സംഖ്യ, അത് തിരിച്ചെഴുതിയ നമ്പർ അല്ലേ. ഞാൻ ഫസ്റ്റ് എന്താണ് 2 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ആ 3 അക്ക സംഖ്യ റിവേഴ്സ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്, പറയാൻ വിട്ടതാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ റിവേഴ്സ് ഡിജിറ്റ് ആണ് ഇത് അല്ലേ. 349 അത് തിരിച്ചെഴുതി 943. ഓക്കെ, 148 841 അല്ലേ. അത് തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 99 എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോമിലാണ് തെളിയിക്കേണ്ടത്. ആൾജിബ്രിക് ഫോം എന്താണ്? 349 എന്നുള്ള നമ്മുടെ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 300 + 40 + 9 എന്ന് എഴുതാം. അതായത് 300 എന്നാൽ എത്ര 100 ആണ്? 3 × 100 + 10 × 4 ആണ് അല്ലേ. 40 എന്ന് പറയുന്നത് +9. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നമ്പറിനെ എം ആക്കി എടുക്കാം അല്ലേ. അതായത് m × 100, അതായത് 100m + 10 × 4 എന്ന് പറയുമ്പോൾ 10
നെക്സ്റ്റ് എന്താണ് അടുത്ത നമ്പറിനെ n ആക്കി കൊടുത്തു. നെക്സ്റ്റ് വേറൊരു വേരിയബിൾ 3 ഡിജിറ്റ്സ്, അടുത്ത ഡിജിറ്റിന് നമ്മൾ വേറെ നമ്പർ കൊണ്ട് p കൊണ്ട് വിളിക്കുക അല്ലേ. അതാണ് 100m + 10n + p എന്നാണ്. ഇതിൻ്റെ റിവേഴ്സ് ഡിജിറ്റ് എന്താണ്? റിവേഴ്സ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിജിറ്റ്സിൽ എമ്മും എന്നും പിയും അല്ലേ, p + n + n എന്ന് വരും. ഇതിൻ്റെ റിവേഴ്സ് ആയിട്ട് ഇവിടെ 100 തന്നെ, നെക്സ്റ്റ് p വരും, നെക്സ്റ്റ് n തന്നെയാണ്, നെക്സ്റ്റ് ഇവിടെ n അല്ലേ, റിവേഴ്സ് ആയിട്ട് ഫസ്റ്റ് p n m എന്ന് വരും അല്ലേ. ഇതിൻ്റെ റിവേഴ്സ് ആയിട്ട് തിരിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് p എഴുതുക, ദെൻ n എഴുതുക, ദെൻ m എഴുതുക. ഡിജിറ്റ്സ് ആണ് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് m n p, ഇതാണ് 3 ഡിജിറ്റ്സ്. ആ ഡിജിറ്റ്സ് ആണ് തിരിച്ച് എഴുതേണ്ടത്, അതായത് തിരിച്ച് എഴുതുക അല്ലേ, റിവേഴ്സ് ആക്കി എഴുതുക. പ്ലസ് m എന്ന് വരും അല്ലേ, അതായത് p + n + m അല്ലേ, p + n + m. ഇത് തിരിച്ചിട്ട് ഡിജിറ്റ്സ് ഇങ്ങോട്ട് എഴുതി, ബാക്കി നമ്പേഴ്സ് അവിടെ തന്നെ 100ഉം n-ഉം അല്ലേ. 100ഉം 10ഉം അവിടെ തന്നെ അല്ലേ. ഇവിടെ ഫസ്റ്റത്തെ പ്ലേസിൽ 100 അല്ലേ വരുന്നത്, 300 അല്ലേ, 40 എന്നുള്ളത് 10 ഒക്കെ അവിടെ തന്നെ. ഓക്കെ, ഇനി ഈ ഡിജിറ്റ്സും ഇതിൻ്റെ റിവേഴ്സ് എടുത്ത ഡിജിറ്റ്സും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ. റിവേഴ്സ് ചെയ്ത ഡിജിറ്റ്സ് അല്ലേ, വലുതിൽ നിന്ന് ചെറുത് നമ്മൾ മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പം നേരത്തെ 99ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ബീജഗണിത രൂപത്തിൽ ആൾജിബ്രിക് ഫോമിലാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൾജിബ്രിക് ഫോമിൽ ലെറ്റ് 100m + പിന്നെ 10ൻ്റെ ടേംസിൽ അടുത്ത നമ്പർ, നെക്സ്റ്റ് വേറൊരു നമ്പർ, മൂന്നാമത്തെ ഡിജിറ്റിലെ 3 ഡിജിറ്റ്സ് m-ഉം n-ഉം p-യും. ഇതിൻ്റെ റിവേഴ്സ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം p വരും, നെക്സ്റ്റ് n വരും, നെക്സ്റ്റ് m വരും അല്ലേ. അത് തിരിച്ചെഴുതുക അല്ലേ. 100 ഒക്കെ അവിടെ തന്നെ വെക്കുക, p + നെക്സ്റ്റ് 10 n + m അല്ലേ. ഇവിടെ നടുവിൽ 10n തന്നെയാണ്, അപ്പോൾ നടുവിൽ അതിനെ തിരിച്ചെഴുതുമ്പോൾ p-യും n-m അല്ലേ, അത് p-n-m എന്നത് കിട്ടി. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്, സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റുള്ള ഇതിന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലേ. 3 ഡിജിറ്റ് നമ്പറിന് അതിൻ്റെ റിവേഴ്സ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുക. 100m + 10n + p-ന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക, -100 ഇന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത് അല്ലേ. 3 ഡിജിറ്റ് നമ്പർ അതിൻ്റെ റിവേഴ്സ് ഡിജിറ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക, അതായത് 100p + 10n + m. ഈ നമ്പറാണ് ഇവിടെ എഴുതിയത് കേട്ടോ. സബ്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. 100m + 10n + p, ഇവിടെ മൈനസ് ഓഫ് എന്നാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഓപ്പൺ. -100p എന്താണ്? 100 അല്ലേ, -100p. -10n എന്താണ്? -10n. -m എന്താണ്? -m. +m അല്ലേ, അതായത് -m ആണ്. അതായത് ഇതിനൊക്കെ ബ്രാക്കറ്റ് ഇല്ലേ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനും ഈ മൈനസ് ബാധകമാണ്. -100p, -10n, -m അല്ലേ. എമ്മിൻ്റെ വേരിയബിൾസ് തമ്മിലാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ. 100 p കൊണ്ടേ സബ്സ്ട്രാക്ട് ചെയ്ത്, p എന്നാൽ വേറൊരു ഡിജിറ്റാണ്. ഓക്കെ, അപ്പോൾ 100m എന്ന് എത്ര m ആണ്? ഒരു m പോയാൽ അല്ലേ, ഒരു m പോയാൽ എത്രയാണ്? 99. 100 1 പോയാൽ എത്രയാണ്? 100 1 കുറച്ചാൽ 99 അല്ലേ. 99നോട് 1 കൂട്ടുമ്പോഴല്ലേ 100 കിട്ടുന്നത്. അപ്പോൾ 100ന്ന് ഒരു m പോയാൽ 99m എന്നുണ്ടാവും അല്ലേ, 99m ഉണ്ടാവും. +10n-ഉം -10n-ഉം ക്യാൻസലായില്ലേ, +10n ഒരേ വേരിയബിൾസ് ആണ്. 10n-ന്ന് 10n പോയാൽ അത് രണ്ടും ക്യാൻസലായി, +10n-ഉം -10n-ഉം ക്യാൻസലായി. നെക്സ്റ്റ് p-ന്ന് 100p മൈനസ് ചെയ്യണം അല്ലേ. അതായത് 100ന്ന് 1 പോയാൽ 99 ആണെങ്കിൽ 1ന്ന് 100 പോയാൽ എത്രയാണ്? -99 ആണ്. 1 - 100 എന്താണ്? വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈനാണ്. 100ൻ്റെ സൈൻ എന്താണ്? -ആണ്, -99. അങ്ങനെ നോർക്കണ്ട. 100ന്ന് 1 പോയാൽ എന്താണ്? 99 ആണ് അല്ലേ. അപ്പം 1ന്ന് 100 പോയാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക അല്ലേ, -99 ആണ് വരിക. -99 അല്ലേ. p - 100p എന്നാണ് അല്ലേ. 100p - p അല്ല, p - 100p. അതായത് ഒരു pന്ന് 100p പോയാൽ എത്രയാണ്? ബാക്കി -99p എന്നുണ്ടാവും അല്ലേ, -99p. 99 കോമൺ ആണല്ലേ, ഇവിടെ ഉണ്ട് 99, ഇവിടെ ഉണ്ട് 99 അല്ലേ. 99നെ പുറത്തെടുക്കുക ബ്രാക്കറ്റിൻ്റെ, m - p എന്ന് ബാക്കി ഉണ്ടാവും. ദിസ് ഈസ് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 99 അല്ലേ. 99ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. 99നെ പുറത്തെടുത്താൽ ഇവിടുന്ന് 99 പുറത്തെടുത്തു, ഇവിടെ m ബാക്കിയുണ്ട്, മൈനസ് ഇവിടുന്ന് 99ന് നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു p ഉണ്ട് അല്ലേ, m - p ബാക്കിയുണ്ട്. അതായത് 99 ഈ രണ്ടിനും കോമൺ ആണല്ലേ, 99m - 99p എന്ന് തന്നെയാണ്. അതൊന്ന് പുറത്തേക്ക് എടുത്ത് എഴുതി, അതായത് 99ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇതൊന്നും തെളിയിച്ചതാണല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 99 അല്ലേ, ഇവിടെ ഏതൊരു നമ്പർ ആയിക്കോട്ടെ 99നോട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് 99ൻ്റെ മൾട്ടിപ്പിൾ ആയില്ലേ, 99ൻ്റെ ഗുണിതമാണെന്ന് നമ്മൾ തെളിയിച്ചു. ആൾജിബ്രിക് ഫോമിൽ നമ്മൾ തെളിയിച്ചു അല്ലേ, ബീജഗണിത രൂപത്തിൽ തെളിയിച്ചു. അതായത് മൾട്ടിപ്പിൾ ഓഫ് 99 ആണല്ലേ. 99 ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അതെന്താണ്? 99ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്, ഗുണിതമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യം, ഏത് മൂന്നക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത് 9ൻ്റെ ഗുണിതമാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ഒരു മൂന്നക്ക സംഖ്യ എടുക്കണം, അതിലെ അക്കങ്ങളുടെ തുക കൂട്ടണം, എന്നിട്ട് അത് കുറച്ച് കിട്ടുന്ന വ്യത്യാസം അല്ലേ, അത് 9ൻ്റെ ഗുണിതമാണെന്ന് ബീജഗണിതം ഉപയോഗിച്ചാണ് തെളിയിക്കേണ്ടത്. ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പർ നമുക്ക് ഏതൊക്കെ എടുക്കാം? 347 എടുത്തു, വേറൊരു 3 ഡിജിറ്റ് നമ്പർ 125 എടുത്തു. സം ഓഫ് ഡിജിറ്റ്സ് ഇതിലുള്ള അക്കങ്ങളുടെ തുക 3 + 4 + 7. ഇതിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 3 4 7 ആണ് അല്ലേ, അതാണ് സം ഓഫ് ഡിജിറ്റ്സ്. ഇതിലുള്ള അക്കങ്ങളുടെ തുക, അതായത് 3 + 4 + a എത്രയാണ്? 14. നെക്സ്റ്റ് അക്കങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 5ഉം ആണ് 125-ലുള്ളതിൽ, അത് 2. അതിലുള്ള അക്കങ്ങൾ കൂട്ടിയാൽ 8 എന്ന് കിട്ടും അല്ലേ, സം ഓഫ് ഡിജിറ്റ്സ്. 5 6 7 8 അല്ലേ, ആ ഡിജിറ്റ്സിൻ്റെ സമ്മ് അല്ലേ, അക്കങ്ങളുടെ തുക. ഇനി അതിൻ്റെ ഡിഫറൻസ് അല്ലേ, ഈ സംഖ്യ അല്ലെ, ഈ 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് ഈ സം ഓഫ് ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ്, അതായത് ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്താൽ
14 കുറച്ചാൽ എത്ര കിട്ടും? മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 333 എന്ന് കിട്ടും. 333 എന്ന് കിട്ടും. 333 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 333നെ നമുക്ക് എന്താണ് ഹരിച്ച് നോക്കാം അല്ലേ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര നയൻസ് ആണ് 333-ലുള്ളത്? 37 നയൻസ് ആണ് ഉണ്ടാവും. ഉത്തരം 37 ഉണ്ട്. അപ്പോൾ 37 നയൻസ് ആർ 333 എന്ന് കിട്ടി. 9 × 37 അല്ലേ? 37നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമ്മൾ 333 കിട്ടുക. ഈ നമ്പറിന് ഈ നമ്പർ മൈനസ് ചെയ്യണം അല്ലേ? 3 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ്സുകൾ തമ്മിലുള്ള സമ്മും സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്, മൈനസ് ചെയ്യാണ് വേണ്ടത്. 3 ഡിജിറ്റ് നമ്പർ അതിൻ്റെ സമ്മിൻ്റെ ഡിജിറ്റ്സ് എത്രയാണ്? 1 + 2 + 5 എത്രയാണ്? 8. 117 എന്ന് കിട്ടും. 117 എന്താണ്? അത് കിട്ടാൻ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്? 117നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ച് നോക്കുക അല്ലേ? 117ൽ എത്ര 9 ഉണ്ട് അല്ലേ? എത്ര നയൻസ് ആണ്? 9 × എത്രയാണെന്ന് കിട്ടാനില്ലേ? ആ ഉത്തരം കിട്ടാൻ ഹരിച്ച് നോക്കുക. 117ൽ എത്ര 9 ഉണ്ട്? 11ൽ എത്ര 9 ഉണ്ട്? ഒരു 9 ഉള്ളൂ. 9 9. 11ൽ നിന്ന് 9 പോയാൽ 2. ഈ ബാലൻസ് ഇവിടെയുള്ള താഴേക്ക് എ എടുത്ത് എഴുതുക. 2ൽ 9 ഇല്ലല്ലോ. അപ്പോൾ എ കൂടി എടുത്ത് 27ൽ എത്ര 9 ഉണ്ട്? 3 9s are 27 അല്ലേ? 3 9 27 അല്ലേ? 13 × 9 ആണ് 117 അല്ലേ? അപ്പോൾ നമുക്ക് 13 × 9 എന്ന് എഴുതാം 117നെ. അപ്പോൾ ഇതും 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 9 × 13 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? ഇത് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ തെളിയിക്കുകയാണ് വേണ്ടത് അല്ലേ? ബീജഗണിത രൂപത്തിൽ. ഈ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ്? നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്തില്ലേ? 100ൻ്റെ ടേംസിൽ ഫസ്റ്റത്തെ സംഖ്യ അല്ലേ? അതായത് 300. 3 × 100. നെക്സ്റ്റ് 4 × 10 അതായത് 10n പ്ലസ് അടുത്ത വേരിയബിൾ +7 എന്നുള്ളതിനെ നമ്മൾ അടുത്ത ഒരു നമ്പർ ആക്കി എടുത്തു +p അല്ലേ? 100m + 10n + p. ഇനി സം ഓഫ് ഡിജിറ്റ്സ് ആണ്. ഇതിലുള്ള അക്കങ്ങൾ ഏതാണ്? ഫസ്റ്റ് നമ്പർ m n p അല്ലേ? 3 ഡിജിറ്റ്സ് ആണ്. ഈ ഡിജിറ്റ്സിനെയാണ് നമ്മൾ ഇങ്ങനെ 3 ഡിജിറ്റ്സിൻ്റെ ഫോമിൽ എഴുതിയത് അല്ലേ? 100 300 47. അപ്പോൾ ഇതിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? m n p എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ്സ് ആണ്. അതിൻ്റെ സമ്മാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അല്ലേ? m + n + p അല്ലേ? ഈ ഡിജിറ്റ്സിൻ്റെ സമ്മാണ് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് എന്താണ്? ഇതിന്ന് ഈ 3 ഡിജിറ്റ്സിൽ നിന്ന് ഈ ഡിജിറ്റ്സിൻ്റെ സമ്മ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എന്താണ്? -m + n + p അല്ലേ? ഇതല്ലേ 3 ഡിജിറ്റ്സിൻ്റെ സമ്മ് അല്ലേ? ഈ 3 ഡിജിറ്റ്സിൻ്റെ സമ്മ് അല്ലേ? അതായത് ഇതിന് 347 നമ്മൾ 14 3 ഡിജിറ്റ്സിൻ്റെ സമ്മ് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇതിന്ന് ഈ 3 ഡിജിറ്റ്സിൽ നിന്ന് 3 ഡിജിറ്റ്സിന് ആ ഡിജിറ്റ്സുകളുടെ സമ്മ് അല്ലേ? ഈ അക്കങ്ങളുടെ തുക ഏതാണ്? m n p അത് 3 കൂട്ടിയതാണ് അല്ലേ? അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജിബ്ര അല്ലേ? ജനറൽ ബീജഗണിത രൂപത്തിൽ എങ്ങനെയാണ്? 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 100 m + 10 n + p. സം ഓഫ് ഡിജിറ്റ്സുകളുടെ തുക ഏതാണ്? m ഉം n ഉം p ആണ് ഡിജിറ്റ്സ്. ഇതിലുള്ള അക്കങ്ങൾ ഏതാണ്? m n ഉം p. 3 ഡിജിറ്റ്സ് ആയതുകൊണ്ടാണ് m n p. 2 ഡിജിറ്റ്സ് ആണെങ്കിൽ m ഉം n ഉം എന്നല്ല 2 വേരിയബിൾസ് മതി. 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആയതുകൊണ്ട് m n ഉം p 3 നമ്പേഴ്സ് എടുത്തു. ഇനി ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ? ഇത് രണ്ടും മൈനസ് ചെയ്യുന്നത് 100m + 10n + p ന്ന് നമ്മൾ ഈ നമ്പറിലെ സം ഓഫ് ഡിജിറ്റ്സ് ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. -m + n + p അല്ലേ? ഇത് സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെയൊക്കെ പ്ലസ് ആണ്, ഇവിടെ മുന്നിലൊന്നുമില്ല. പക്ഷേ ഇവിടെ മുന്നിൽ എന്താണ്? -m -+n -+p -+n എന്താണ്? -n ആണ്. ഓക്കെ. -p എന്താണ്? -p -+p -p. അപ്പോൾ നെക്സ്റ്റ് എമ്മിൻ്റെ വേരിയബിൾസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലേ? m -m അല്ലേ? 100m ന്ന് ഒരു m പോയാൽ എത്രയാണ്? 99m അല്ലേ? 99m ആണ്. n-നും -n അല്ലേ? n-ൻ്റെ വേരിയബിൾസിലുള്ളത് അത് തമ്മിലാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. 10n ന്ന് ഒരു n പോയാൽ 10n ന്ന് നമുക്ക് p മൈനസ് ചെയ്യായോ? ഇല്ല. 10n ന്ന് ഒരു n മൈനസ് ചെയ്താൽ 9n അല്ലേ? 9n. പിയും +p -p എന്താണ്? ക്യാൻസലായി. ഓക്കെ അല്ലേ? ഒരു എന്താണ്? പ്ലസ് സൈനും മൈനസ് സൈനും അല്ലേ? +p -p അല്ലേ? ഒരു p ന്ന് p പോയാൽ എന്താണ്? 0 ആയി അല്ലേ? p ന്ന് p മൈനസ് ചെയ്താൽ p -p അല്ലേ? 1 - 1 0 അല്ലേ? ഇപ്പോൾ +p -p യും ക്യാൻസലായി. 9m ഉം 9n ഉം ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ 9 എന്നാണ് കിട്ടുന്നത്. ഇവിടെയും 9 ഉണ്ട്. ഇവിടെ 99 ആണ്. 9 × എത്രയാണ്? 99 അല്ലേ? 11 × 9 ആണ്. അപ്പോൾ ഇവിടെയും 9 ഉണ്ട്. അപ്പോൾ 9നെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്താൽ 9നെ പുറത്തെടുത്താൽ 11 × 9 ആണ് 99. 1 × 9 എത്രയാണ്? 1 × 9 9 1 × 9 9 99 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് 9 പോയാൽ എത്ര ബാക്കി ഉണ്ടാവുക? 11 ബാക്കി ഉണ്ടാവും. പോയാൽ 11 ബാക്കിയുണ്ട്. 11m ബാക്കിയുണ്ട് അല്ലേ? +9 പോയാൽ ഇവിടെ n അല്ലേ? ഇവിടുന്ന് 11 × 9 എന്ന് എഴുതാം 99. അപ്പോൾ 9നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 11m ഉണ്ട്. ഇവിടുന്ന് 9 പോയാൽ പിന്നെ n മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 11m + n ഇതൊരു നമ്പർ. അതായത് മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് നമുക്ക് കിട്ടി. അത് 9നെ ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അത് 9ൻ്റെ ഗുണിതമായിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അല്ലേ? 9ൻ്റെ ഗുണിതം കിട്ടാൻ എന്താണ്? 9 × 1 9 × 2 9 × 3 ഏതൊരു സംഖ്യയോട് ഗുണിക്കുന്നതാണല്ലേ? എല്ലാ നമ്പേഴ്സിനോട് ഗുണിക്കുന്നതാണ്, നാച്ചുറൽ നമ്പേഴ്സിനോട്. അപ്പോൾ ഇതെന്താണ്? 9ൻ്റെ മൾട്ടിപ്പിളായി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോസ് കാണാത്തവർ എന്താണ് 4 പാർട്സും ഉണ്ടാവും. പ്ലേലിസ്റ്റ് നോക്കിയാൽ അല്ലേ? ക്ലാസ് 7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ.